മൈലേജ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാറ്, ട്രക്ക്, ബസ്, അങ്ങനെ വെഹിക്കിൾസിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്കിംഗ് ലൈഫ് എടുക്കും. അപ്പോൾ വർക്കിംഗ് ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത് ഒരു അസറ്റിൻ്റെ മൈലേജിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എത്ര നാൾ അസറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല, അസറ്റിൻ്റെ മൈലേജ് എത്ര വരുമോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡെന്ന് വെച്ചാൽ ഡിപ്രീഷ്യബിൾ കോസ്റ്റിനെ നമ്മൾ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ്, അതായത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൈലേജാണ്. ആ മൈലേജ് അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് എത്ര ഓടും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിപ്രീഷ്യബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന കിലോമീറ്റർ അല്ലെങ്കിൽ മൈലേജിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ റേറ്റിന് എന്ത് ചെയ്യും, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ റേറ്റിന് നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയോ ആ കിലോമീറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ മൈലേജ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രീൻ വാലി distributors purchased a jumbo van on 1st April 2010 for 25 lakh. 25 ലക്ഷം രൂപയ്ക്ക് ഒരു ജംബോ വാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 1 lakh കിലോമീറ്റേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്ക്രാപ്പായിട്ടേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ സ്ക്രാപ്പായിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 5 lakhs rupees കിട്ടും. അപ്പോൾ കിലോമീറ്റേഴ്സ് കവേർഡ് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ വർഷവും. 2011 18,000 കിലോമീറ്റർ, 2012 20,000 കിലോമീറ്റർ, 2013 16,000 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ജംബോ വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ജംബോ വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഡിപ്രീസിയേഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിപ്രീഷ്യബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ആ തന്നിരിക്കുന്ന വർക്കിംഗ് ലൈഫിൽ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന കിലോമീറ്റേഴ്സ്. അപ്പോൾ യൂസ്ഫുൾ വർക്കിംഗ് ലൈഫ് കിലോമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എടുക്കാൻ പാടുള്ളൂ ന്യൂമറേറ്ററിൽ. അതായത് 25 lakhs മൈനസ് അതിൻ്റെ ലൈഫ് ടൈം എൻഡ് ചെയ്യുമ്പോൾ 5 lakhs സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ആ 25 lakh 5 lakhs മൈനസ് ചെയ്തിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ്, അതിൻ്റെ ലൈഫ് ടൈമിൽ അതിന് ഓടാൻ പറ്റുന്ന കിലോമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 25 lakhs 5 lakh പറയുമ്പോൾ 20 lakh. 20 lakh ഡിവൈഡ് ബൈ 1 lakh ചെയ്യുമ്പോൾ നമുക്ക് 20 rupees കിട്ടും. ആ 20 rupeesനെ നമ്മൾ ഓരോ വർഷം ഓടിയ കിലോമീറ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് ഓരോ വർഷത്തെയും നമ്മുടെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മൾ ഓരോ വർഷത്തിൻ്റെയും ഡിപ്രീസിയേഷനായിട്ട് എഴുതേണ്ടത്. ബാക്കിയെല്ലാം നമ്മളെ മറ്റുള്ള അക്കൗണ്ടിൽ, മെഷീനറി അക്കൗണ്ടിലൊക്കെ ചെയ്യും പോലെ തന്നെ നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അസറ്റ് വാങ്ങിച്ചത് എഴുതും. വാങ്ങിച്ച ഡേറ്റ് ഇട്ടിട്ട് വാങ്ങിച്ചത് എഴുതി കൊടുക്കുക. ടു ബാങ്ക് 1/4/2010 ടു ബാങ്ക് 25 lakhs മേടിച്ചു. ആ വർഷത്തിൻ്റെ ഇയർ എൻഡ് 31/3/2011 ബൈ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആദ്യം കണ്ടുപിടിച്ചത് 18,000 × 20 rupees 3,60,000. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ 25 lakhs 3,60,000 മൈനസ് ചെയ്യുമ്പോൾ 21,40,000. അതിനെ നമ്മൾ അടുത്ത വർഷത്തോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യും. ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് അടുത്ത വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 4 lakh ഇയർ എൻഡ് ഡേറ്റ് ഇടുക. 31/3/2012 ഇയർ എൻഡ് ഡേറ്റിൽ ഡിപ്രീസിയേഷൻ 4 lakh സെക്കൻഡ് ഇയറിൽ കണ്ടുപിടിച്ചത്. അതായത് 20,000 കിലോമീറ്റേഴ്സ് × 20 rupees 4 lakh. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് 21,40,000 മൈനസ് 4 lakh ചെയ്യുമ്പോഴാണ് 17,40,000 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 17,40,000 കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, 17,40,000 അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോവുക. അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ഇട്ട് അവിടുത്തെ ഡിപ്രീസിയേഷൻ അതും നമുക്ക് കിലോമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. 20 rupees കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3,20,000. ഇനി 17,40,000 നിന്ന് 3,20,000 മൈനസ് ചെയ്തപ്പോൾ 14,20,000. ഇവിടെ 3 ഇയേഴ്സിൻ്റെ കിലോമീറ്റേഴ്സാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 ഇയേഴ്സിലേക്ക് നമ്മൾ ജംബോ വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ക്ലോസ് ചെയ്താൽ മതി 3 ഇയേഴ്സും കൂടെ എഴുതിയിട്ട്. ഇത്രയേ ഉള്ളൂ.